ഹലോ എവ്രി വൺ, വെൽക്കം ടു സെക്കൻഡറി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈജീനെ പറ്റിയാണ് കേട്ടോ. അതായത് നമ്മളുടെ ബോഡിയും അതേപോലെ നമ്മളുടെ ഫിസിക്കലിയും അതുപോലെ മെൻ്റലിയും നമ്മൾ എന്താണ് ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഹൈജീൻ എന്താണ്, അപ്പം ഏതൊക്കെ ടൈപ്പ് ഹൈജീൻ, അതായത് എന്തിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് ഹൈജീൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഹൈജീൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതിൽ വരുന്ന ടേംസുകളും ഒക്കെയാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ മോർ ഫോക്കസ് ചെയ്യേണ്ടത്. ടേംസ് ആയിരിക്കും കൂടുതൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫിസിക്കൽ ഹെൽത്ത്, അതായത് നമ്മളുടെ ഒരാളുടെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ടു ആസ്പെക്ട്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ആൻഡ് എൻവയൺമെൻറ്റൽ ആസ്പെക്ട്സ് വരും. അതായത് ഒരു ഹൈജീൻ എന്ന് പറയുമ്പം നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീനും നമ്മളുടെ ചുറ്റിനും, അതായത് നമ്മളുടെ ചുറ്റുപാട് നമ്മൾ സർവൈവ് ചെയ്യുന്ന ആ ഏരിയയുടെയും ഹൈജീൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ സബ്ജക്റ്റ് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഇസ് ഹെൽത്ത്, വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അതായത് നമ്മുടെ ഫിസിക്കലും മെൻ്റൽ ഹെൽത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു പേഴ്സണൽ ഹൈജീനകത്ത് വരുന്നത്. സോ ആൻഡ് ഹൗ ടു മെയിൻറ്റെയിൻ ഇറ്റ്. അപ്പോൾ ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ഹെൽത്തും നമ്മളെ മെൻ്റൽ ഹെൽത്തും എന്തായിരിക്കണം? പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ദാറ്റ് വി ക്യാൻ സേ വി ആർ അറ്റ് എ പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഹെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ടോട്ടൽ ഹെൽത്ത്. ടോട്ടൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് എന്ത്? ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരുന്ന സ്കിൻ, ഹെയർ, ടീത്ത്, ഐ, ഇയർ, ഹാൻഡ്, ഫീറ്റ്, ആൻഡ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, എക്സസൈസ്, റെക്രിയേഷൻ, പോസ്റ്റർ, റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ പാർട്ട് ഓഫ് ദി ബോഡി. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. അപ്പം ഫിസിക്കൽ ഹെൽത്തിൽ നമ്മളുടെ ഈ പാർട്ടുകളെല്ലാം അവരുടെ നോർമൽ ഫങ്ഷനിങ്, അവരുടെ പ്രോപ്പർ ഹൈജീൻ അല്ലെങ്കിൽ പ്രോപ്പർ മെയിൻറ്റെയിനിങ് എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്തിൻ്റെയൊക്കെയാണ്? സ്കിൻ, ഹെയർ, ടീത്ത്, ഐ, ഇയർ, ഹാൻഡ്സ്, ഫീറ്റ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫിസിക്കലിന് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സസൈസ് ചെയ്യുക റെഗുലറായിട്ട്, റിക്രിയേഷൻസ് നടത്തുക, അതുപോലെ പോസ്റ്റർ കറക്റ്റായിട്ടിരിക്കുക, റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി. ഓക്കെ, സോ കെയർ ഓഫ് സ്കിൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെ നമുക്ക് ഫിസിക്കലായിട്ടുള്ളതിൻ്റെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഫിസിക്കൽ ഹെൽത്തിൽ അല്ലെങ്കിൽ ഹൈജീൻ നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫിസിക്കൽ ഹെൽത്തിൽ വരുന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്കിൻ. നമ്മുടെ സ്കിൻ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാം. ഓക്കെ, അപ്പം സ്കിൻ എന്ന് പറയുന്നത് ഫൈൻലി ലാമിനേറ്റഡ് കോട്ടിങ്സ് ആണ് സ്കിൻ. ഇപ്പം നമ്മളെ സ്കിൻ എന്ന് പറയുന്നത് അതൊരു ബാരിയർ പോലെ ആക്ട് ചെയ്യുന്നതാണ് നമ്മളെ സ്കിൻ എന്ന് പറയുക. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മളെ ബോഡി, ഇൻറ്റേർണൽ ബോഡീനെ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഈ സ്കിന്നാണ്. സോ അതിനകത്ത് എത്രയാണ്? 3 ലെയേഴ്സാണ് സ്കിന്നിൽ വരിക. എത്രയാണ്? 3 ലെയേഴ്സാണ് സ്കിന്നിൽ വരുന്നത്. അതിൽ ഏറ്റവും ഉള്ളിലുള്ള ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ളതിനെയാണ് ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് വിളിക്കും. സോ ഏറ്റവും ഉള്ളിലായിട്ടുള്ള ഡീപ്പസ്റ്റ് ആയിട്ടുള്ളതിനെയാണ് ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ലെയർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിനും തൊട്ടു മുകളിൽ നിൽക്കുന്ന ഈ ലെയറില്ലേ, അതാണ് ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള ലെയർ, വിച്ച് ഈസ് നോൺ ആസ് ദ ഡെർമിസ്. അതിനെ എന്തെന്ന് വിളിക്കും? ഡെർമിസ് എന്ന് വിളിക്കും. ഈ ഡെർമിസിൽ എന്ത് കാണാറുണ്ട്? ഡെൻസ് വിത്ത് കൊളാജൻ, ഇലാസ്റ്റിൻ ഫൈബേഴ്സ്. കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് കൂടുതലാണ് ഈ ഒരു ലെയറിൽ. ആൻഡ് അതർ ഫോംസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് എനേബിൾ ദ സെർവ് ആസ് എ സ്ട്രക്ചറൽ ഫണ്ടമെൻ്റൽ ഓഫ് ദ ഹോൾ സ്കിൻ. സോ ഈ ഡെർമിസിലുള്ള ഈ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യുക ഓഫ് സ്കിൻ. ഇനി ഇതിന് വെളിയിൽ ഏറ്റവും പുറത്തായിട്ട് കാണുന്നതാണ് എപ്പിഡെർമിസ്. എന്താ? എപ്പിഡെർമിസ്. ഇറ്റ് ഈസ് ദ സ്കിൻ ഔട്ടർമോസ്റ്റ് ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഔട്ടർമോസ്റ്റ് ലെയർ. അപ്പോൾ 3 ലെയേഴ്സാണ് സ്കിന്നിൽ വരിക. ഏറ്റവും ഇന്നറിലായിട്ട് ഹൈപ്പോഡെർമിസ്, അതിന് മുകളിലായിട്ട് ഡെർമിസ്, അതിന് ഏറ്റവും വെളിയിലായിട്ട് കാണുന്നതാണ് എപ്പിഡെർമിസ്. സോ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് സ്കിന്നിൻ്റെ ഫങ്ഷൻസ് ഒന്ന് ഞാൻ പറഞ്ഞു, പ്രൊട്ടക്റ്റീവ്, അതായത് ഒരു ബാരിയർ ആയിട്ട് അവർ ആക്ട് ചെയ്യാറുണ്ട് അല്ലേ. സോ സ്കിൻ ആക്ട് ആസ് എ ബാരിയർ ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസ്.
ആൻഡ് ഇൻഫെക്ഷൻ occurs only when there is a cut or abrasion. അതായത് നമ്മുടെ സ്കിന്നിൽ ഒരു കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വൂണ്ട് വരുമ്പോഴാണ് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ ഇറങ്ങാറുള്ളത്. സോ പ്രൊട്ടക്ഷൻ ആണ് ഫസ്റ്റ് ഫങ്ഷൻ. അടുത്ത എന്താണ്? ഹീറ്റ് റെഗുലേഷൻ. സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്കിന്നിൽ നമ്മൾ ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് കണ്ടക്ഷനോ കൺവെൻഷനോ റേഡിയേഷനോ വഴി എന്ത് പറ്റും? അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. സോ അതുവഴി നമ്മളുടെ ബോഡിയുടെ ഹീറ്റ് റെഗുലേഷൻ നടത്തുന്നത് ആരാണ്? അതിലൊരു പാർട്ടായിട്ട് സ്കിന്നും വരുന്നുണ്ട്. സോ സ്കിൻ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റൈനിങ് ദ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. മൂന്നാമത്തെ ഫംഗ്ഷനാണ് സെൻസറി. നമ്മൾക്ക് ടച്ച് അറിയാൻ പറ്റുന്നതും അതുപോലെ കോൾഡ്, പെയിൻ, ഹീറ്റ്, പ്രഷർ ഇതൊക്കെ അറിയാൻ പറ്റുന്നതും സ്കിൻ യൂസ് ചെയ്തിട്ടാണ്. സോ ഒരു സെൻസറി ഓർഗനായിട്ട് സ്കിൻ വരാറുണ്ട്. ആൻഡ് എക്സ്ക്രീറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? വേസ്റ്റിൻ്റെ റിമൂവൽ സ്കിന്നിലൂടെ നടക്കാറുണ്ട്. ഇൻ ദ ഫോം ഓഫ് സ്വെറ്റിലൂടെയൊക്കെ എന്താണ്? ഈ സ്കിന്നിൽ കൂടെ എന്താണ്? വേസ്റ്റ് പുറത്തു പോകും. പിന്നെ സെബത്തിലൂടെയൊക്കെ നമ്മുടെ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകാറുണ്ട്. So the skin is also an excretory organ like the kidney, and the sweat gland helps to remove waste product of the body through sweat. അതുപോലെ സെബത്തിൻ്റെ പ്രൊഡക്ഷനിലൂടെ അത് പുറത്തോട്ട് പോകാറുണ്ട്. സോ ദ സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ഫാറ്റി സബ്സ്റ്റൻസ് നോൺ ആസ് ദ സെബം. അപ്പോൾ ഇതിലൂടെ എല്ലാം എന്താണ്? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഡേർട്ട് പുറത്തേക്ക് പോകും. ഇനി എക്സസീവ് ഓയിൽനെസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡേർട്ടും ഈ ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? പിമ്പിൾസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. ആക്ച്വലി സോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി വൈറ്റമിൻ ഡിയുടെ സിന്തസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ സ്കിന്നിൽ വെച്ചിട്ട് നടക്കും. അതായത് നമ്മുടെ റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് വന്ന് നമ്മൾ സ്കിന്നിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്കിന്നിൽ വെച്ചിട്ട് എന്ത് പറ്റും? വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യും ഫ്രം കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൽ നിന്ന് നമുക്ക് എന്ത് സിന്തസൈസ് ചെയ്യും? കൊളസ്ട്രോൾ എന്തായിട്ട് മാറും? വൈറ്റമിൻ ഡി ആയിട്ട് മാറും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്കിന്നിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് സ്കിന്നിൽ വരിക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ, ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഹീറ്റ് റെഗുലേഷൻ ഉണ്ട്. പിന്നെ സെൻസറി വരുന്നുണ്ട്. പിന്നെ എക്സ്ക്രീറ്ററി ആൻഡ് ദ ലാസ്റ്റ് വൺ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. ഇനി സ്കിൻ ടൈപ്പ് ഉണ്ട്. ഒരു ഹ്യൂമൻ എടുക്കുകയാണെങ്കിൽ അവരുടെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും 4 ടൈപ്പാണ് വരിക. നോർമൽ സ്കിൻ വരും. നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒന്നുമില്ല, ഓയിലോ എക്സസീവ് ഡ്രൈനസോ ഒന്നും ഇല്ലാത്ത നോർമൽ സ്കിന്നാണ്. അത് കൂടുതലും കാണുന്നത് കുഞ്ഞുങ്ങളിലൊക്കെയാണ്, ബേബീസ് ആൻഡ് സ്മോൾ ചിൽഡ്രനിലൊക്കെയാണ് ഈ നോർമൽ സ്കിന്ന് കാണുന്നത്. അത് ടു ഡ്രൈയും ആയിരിക്കില്ല, ടു ഓയിലിയും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഗ്രീസിയും ആയിരിക്കില്ല. സോ അതാണ് നോർമൽ സ്കിൻ എന്ന് പറയാം. പിന്നെ ഡ്രൈ സ്കിൻ ഉണ്ട്. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ അവരുടെ സ്കിൻ എന്തായിരിക്കും? ഡ്രൈ ആയിരിക്കും. എപ്പോഴും അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓയിൽ കൂടുതൽ കാണില്ല, എപ്പോഴും അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നെവർ മോയിസ്റ്റ് ടു ദ ടച്ച് ചെയ്യുമ്പോൾ മോയിസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഓയിൽനെസ് ഫീൽ ചെയ്യില്ല. ആൻഡ് ഇഫ് ദ സ്കിൻ ഈസ് ഡ്രൈ വൺ ഷുഡ് നോട്ട് യൂസ് സോപ്പ് എക്സസീവായിട്ട് സോപ്പ് അങ്ങനെ ഈ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യരുത്. കാരണം ഓൾറെഡി നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽസ് റിമൂവ് ആവുകയാണ് ചെയ്യുക. സോ ഡ്രൈ സ്കിന്നിന് ഓൾറെഡി ഓയിൽ കുറവാണ്. അപ്പോൾ നമ്മൾ സോപ്പ് കുറേയും കൂടെ യൂസ് ചെയ്താൽ എന്ത് പറ്റും? ഉള്ള ഓയിലും കൂടെ പോയി എക്സ്ട്രീം ഡ്രൈ ആയിട്ട് മാറും. പിന്നെ ഓയിലി സ്കിന്നാണ്, അവർക്ക് എന്തായിരിക്കും? ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് കാണും. അതായത് എപ്പോഴും ഇങ്ങനെ ഒരു ഗ്രീസി ഫീലിംഗ് ആയിരിക്കും ഫേസിൽ വരിക. So it is because of the overactivity of oil gland in the skin, and oil skin has a tendency to produce small balls അല്ലെങ്കിൽ പിമ്പിൾസ്. അതായത് ഇവർ കുറച്ചുകൂടെ എന്തായിരിക്കും? സെൻസിറ്റീവ് ആയിരിക്കും പെട്ടെന്ന്. അതായത് സെൻസിറ്റീവ് ഇൻ ദ സെൻസ്, അതായത് പെട്ടെന്ന് നമുക്ക് ഈ ഓയിൽ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡേർട്ടും ഒക്കെ ആയിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് പിമ്പിൾസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഈ ഓയിലി സ്കിന്നിന് കൂടുതലാണ്. ഇനി ലാസ്റ്റ് ടൈപ്പാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡ്രൈയും ആയിരിക്കും ഓയിലും ആയിരിക്കും. ബട്ട് അത് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും മിക്സ് അല്ല. അതായത് ചില പാർട്ട് ഓഫ് ഫേസിൽ ഡ്രൈ ആയിരിക്കും, ചില പാർട്ട് ഓഫ് ഫേസ് എന്തായിരിക്കും? ഓയിലി ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലരുടെ കോമ്പിനേഷൻ സ്കിൻസിൻ്റെ ഈ ഫോർഹെഡ് എന്തായിരിക്കും? ഓയിലി ആയിരിക്കും. അതുപോലെ ഈ നോസിൻ്റെ ടിപ്പ് ഓയിലി ആയിരിക്കും. നമ്മുടെ ഈ ഒരു ചീക്ക് പോർഷൻ, അത് ചിൻ പോർഷൻ ഓയിലി ആയിരിക്കും. ബട്ട് ഈ നമ്മുടെ ചീക്ക് പോർഷൻസില്ലേ, ഈ 2 ചീക്ക് പോർഷൻസ് എന്തായിരിക്കും? ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. സോ ഇങ്ങനെ ഓരോ ഏരിയയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് വരികയാണെങ്കിൽ അതാണ് കോമ്പിനേഷൻ. ഓക്കെ, സോ ഓഫ് എ ടൈം വി കം അക്രോസ് എ കോമ്പിനേഷൻ ഓഫ് ഡ്രൈ ആൻഡ് ഓയിലി സ്കിൻ. സർട്ടൻ പാർട്ട് ഓഫ് ദ ബോഡി, ദാറ്റ് ഇസ് ഫേസിൽ ചില പാർട്ടുകൾ എന്തായിരിക്കും? ഓയിലി ആയിരിക്കും, ചില പാർട്ട് എന്തായിരിക്കും? ഡ്രൈ ആയിട്ട് ഇരിക്കും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ എന്ന് പറയുന്നത്. ഓയിലി സ്കിൻ ഉണ്ട്, അവർക്ക് എന്താണ് ഓയിലായിരിക്കും കൂടുതൽ കാണുക. കണ്ടോ, കൂടുതലും ഇവിടെയൊക്കെയാണ് ഭയങ്കരമായിട്ട് എക്സസ് ആയിട്ട് ഓയിൽ കാണും. ഡ്രൈ എന്ന് പറയുമ്പോൾ അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഭയങ്കര കുറവാണ്. കണ്ടോ, ഓയിൽ കുറവാണ്. ഇനി ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുകൾ വരും, അതായത് അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ആക്നേസ് നന്നായിട്ട് ഉണ്ടാവും. കോമ്പിനേഷൻ സ്കിൻ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ്ട് ഈ ഏരിയയിലും ഇവിടെ ഒക്കെയാണ്, മൂക്കിലും ഈ താടിയിലും ഒക്കെ എന്തായിരിക്കും, പിന്നെ കണ്ണിൻ്റെ ആ പോർഷൻസിലൊക്കെ ഭയങ്കര ഓയിലി ആയിരിക്കും. വേറെ ചീക്ക് പോർഷൻസ് എന്തായിരിക്കും, ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. കണ്ടോ, അതേപോലെ നോർമൽ സ്കിന്നിന് എന്താണ് ഒരു പ്രോബ്ലം ഇല്ല, എക്സസീവ് ഓയിലും അല്ല ഡ്രൈയും അല്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നിൽക്കുക. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്, അതായത് പെട്ടെന്ന് തന്നെ എന്താണ് റിയാക്ഷൻസ് സംഭവിക്കുന്ന സ്കിൻ ടൈപ്പാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പം ഓയിലി, ഡ്രൈ, നോർമൽ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ. ഇനി നമുക്ക് എങ്ങനെ സ്കിന്നിനെ ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ സിൻസ് സ്കിൻ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്, സ്കിന്നാണ് ഫസ്റ്റ് നമ്മൾ പുറമായിട്ട് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്നത് എന്താണ്, സ്കിന്നാണ്. സോ അതിനകത്ത് എന്ത് സംഭവിക്കും, ഈ നമ്മൾ എൻവയൺമെൻറ്റിലുള്ള പൊടിയെല്ലാം ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഇറ്റ് അക്യുമുലേറ്റ്സ് ഡേർട്ട് ഇൻ സ്കിൻ ആൻഡ് ദ ഡേർട്ട് കൺസിസ്റ്റ് ഓഫ് സോളിഡ് ലെഫ്റ്റ് ഓഫ് ഫ്രം ദ ഇവാപ്പറേറ്റഡ് സ്വെറ്റ്, ബാക്ടീരിയ, ഡെഡ് എപ്പിഡേമസ് സെൽസ്, അതേപോലെ പൊല്യൂട്ടൻസ്, ഡസ്റ്റും ഇതെല്ലാം ഈ ഡേർട്ടിൻ്റെ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നമ്മൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ബാത്ത് ചെയ്തിട്ടാണ്, കുളിച്ചിട്ട് നമ്മൾ ഹോൾ കുളിക്കുന്നതിന് മെയിനായിട്ട് നമ്മൾ സോപ്പാണ് യൂസ് ചെയ്യുക, വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സർഫസ് ക്ലെൻസിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാത്തിങ് തന്നെ പല തരത്തിലുള്ളതുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൾഡ് ബാത്ത് ഉണ്ട്. 65 ഡിഗ്രി ഫാരൻഹീറ്റ് ടു അല്ലെങ്കിൽ 18 ഡിഗ്രി സെൽഷ്യസ് ആ അത്രയും ടെമ്പറേച്ചറിൽ ഉള്ളതാണ് കോൾഡ് ബാത്ത് എന്ന് പറയുന്നത്. 65 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 18 ഡിഗ്രി സെൽഷ്യസിലുള്ള തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നതിനെയാണ് കോൾഡ് ബാത്ത് എന്ന് പറയാം. അപ്പം അത് നമ്മൾ മോർണിംഗിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ കോൾഡ് ബാത്ത് ഇസ് ബെസ്റ്റ് ടേക്കൺ ഇൻ ദ മോർണിംഗ്. അപ്പോൾ അങ്ങനെ കോൾഡ് ബാത്ത് ചെയ്യുന്ന സമയത്ത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ബ്ലഡ് സർക്കുലേഷൻ എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം നമ്മൾ പെട്ടെന്നൊന്ന് ഇങ്ങനെ വെള്ളത്തിൽ കുളിക്കുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം ഒന്ന് നനയുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര എക്സസീവ് ചില്ലിങ് ആയിരിക്കും ഉണ്ടാവുക, തണുക്കുമല്ലേ, ഭയങ്കരമായിട്ട് അങ്ങ് തണുക്കും. അത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഒരു വാം ഫീലിംഗ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവും. ബിക്കോസ് ഈ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ആവുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡയലേഷൻ സംഭവിക്കും ഓഫ് ദ ബ്ലഡ് വെസൽസ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ഡയലേഷൻ കാരണം അത് കുറച്ച് വാമറായിട്ട് മാറും. സോ അങ്ങനെയാണ് കോൾഡ് ബാത്ത് എന്ന് പറയുന്നത്. അത് മോർണിംഗിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് വാം ബാത്ത്. ഓക്കെ, കോൾഡ് ബാത്ത് മോർണിംഗിൽ എടുക്കാം. ഇനി അടുത്ത വാം ബാത്ത് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഒരു 100 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഇതാണ് എല്ലാവരും മിക്കവരും പ്രിഫർ ചെയ്യുന്നത്, ഒരു വാം ബാത്താണ് പ്രിഫർ ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ആയിട്ടുള്ളത് ഈ വാം ബാത്താണ്, അതേപോലെ സൂത്തിങ് എഫക്റ്റും തരും. ഓക്കെ, ഇനി ഹോട്ട് ബാത്ത് ഉണ്ട്. ഹോട്ട് കുറച്ചും കൂടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും വരിക, അതായത് ടെമ്പറേച്ചർ ഓവർ 100 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസ്. 38 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റിന് എബോ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോട്ട് ബാത്ത് എന്ന് പറയും. സോ ഹോട്ട് ബാത്തിൻ്റെ പ്രത്യേകത, ഇവരെ നമ്മൾ നൈറ്റിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഇവർ ബ്ലഡ് വെസൽസ് ഇല്ലേ, നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് വെസൽസിനെ അവരെന്ത് ചെയ്യും, ഡയലേറ്റ് ചെയ്യുകയും അതുവഴി നമുക്ക് ബ്ലഡിലേക്കുള്ള ബ്ലഡ് സപ്ലൈ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, so hot bath should be taken at the night and the blood vessels of the skin dilate causing reduction of blood supply to the brain. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നൈറ്റിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഹോട്ട് ബാത്ത് നൈറ്റിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഓയിൽ ബാത്ത് ഉണ്ട്. ഓയിൽ ബാത്ത് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ വെജിറ്റബിൾ ഓയിൽസ് ലൈക്ക് ടീൽ അല്ലെങ്കിൽ സെസം ഓയിലാണ് കേട്ടോ, സെസമ ഓയിലാണ് അത്. ഗ്രൗണ്ട് നട്ട് അതേപോലെ മസ്റ്റർഡ് ഓയിലൊക്കെയാണ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വാം വാട്ടറിൽ കുളിക്കും. സോ അതാണ് ഓയിൽ ബാത്ത് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും ടൈപ്പ് ഓഫ് ബാത്താണ് വരുന്നത്. ഇതെല്ലാം സ്കിന്നിനെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൾഡ് ബാത്താണ്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വാം, അത് കഴിഞ്ഞ് ഹോട്ട് ബാത്ത്, അത് കഴിഞ്ഞിട്ട് ഏതാണ് ഓയിൽ ബാത്ത്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ദ സ്കിൻ ആണ് നമ്മൾ നോക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. സോ റെഗുലറായിട്ട് ബാത്ത് ചെയ്യുക, റെഗുലർ ടൈമിൽ, അതായത് എന്നും കുളിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഓയിൽ ബാത്ത് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഡെഡ് സെൽസ് ഒക്കെ ഇല്ലേ, ഡെഡ് സെൽസ് പോവും, നമ്മുടെ സ്കിൻ എന്താവും കുറച്ച് സ്മൂത്ത് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഇരിക്കാൻ ഈ ഓയിൽ ബാത്ത് നല്ലതാണ്. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ്, അതായത് നമ്മൾ ഈ പുറമേ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നതാണ് നമ്മൾ പുറത്തോട്ട് റിഫ്ലക്റ്റ് ആവുക എന്ന് പറയും. സോ നമ്മളിപ്പം മുഖം കഴുകുന്നു, മുഖം വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിനറൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മളെ സ്കിൻ പ്രോപ്പറായിട്ട് ഇരിക്കില്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ചൂസ് ചെയ്യണം, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഓപ്റ്റ് ചെയ്യണം. So a rough and dry skin is attributed to deficiency of certain fatty acid in the diet. റഫ് ആൻഡ് ഡ്രൈ സ്കിന്നിന് കാരണം ചിലപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഫാറ്റി ആസിഡ് ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഈ തോഡ് സ്കിൻ എന്ന് പറയുന്നത്, വിച്ച് കോസ് ബൈ ദ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് ഈ തോഡ് സ്കിന്ന് ഉണ്ടാകുന്നത്. ഇനി മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക, അപ്പോൾ മോസ്കിറ്റോ ബൈറ്റിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ചില കോസ്മെറ്റിക്സും നമ്മൾ യൂസ് ചെയ്യുക, ലൈക്ക് നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ്, ഈ UV റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കിന്നിൽ എന്ത് യൂസ് ചെയ്യാറുണ്ട്, സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മോയ്സ്ചറൈസേഴ്സ് ഇടാറുണ്ട്, വാട്ടർ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി മോയ്സ്ചറൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ കോസ്മെറ്റിക്സിൻ്റെ അണ്ടറിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് അവർ സ്കിൻ ഹെൽത്തി. ഓക്കെ, ഇനി കെയർ ടു എയർ ആണ്. ഹെയറിൽ ഇതുപോലെ സ്കിന്ന് പോലെ തന്നെ നമ്മൾ ഹെയറും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതും നമ്മുടെ ഹൈജീൻ്റെ ഒരു പാർട്ടാണ്. സോ ദ കണ്ടീഷൻ ഓഫ് ഹെയർ റിഫ്ലക്ട് ടു സം എക്സ്റ്റെൻറ്റ് ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആൻഡ് ജനറൽ ഹെൽത്ത് ഓഫ് ദ ബോഡി. ചിലരൊക്കെ ഈ ഹെയർ എടുത്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡിയുടെ ന്യൂട്രീഷണൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പം ഹെയറിൻ്റെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവുക എന്ന് പറയില്ലേ, അതെന്തുകൊണ്ടാണ്, നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവുക. മോയ്സ്ചർ ലോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് സ്പ്ലിറ്റൻസ് ഉണ്ടാവുന്നത്. അതുപോലെ നമ്മൾ സ്കാൽപ്പ് ഇച്ചി ആവാറുണ്ട്, അതും ഡ്രൈനെസ് കാരണമാണ് ഈ സ്കാൽപ്പ് ഇച്ചിയൊക്കെ ആവുന്നത്. സോ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മുടെ ഹൈജീനെ ബേസ് ചെയ്തിരിക്കും. സോ ഗ്രേയിങ് ഓർ ലോസ് ഓഫ് പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ഒരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, അത് ഹൈജീൻ്റെ പാർട്ടായിട്ട് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യില്ല. കാരണം നമ്മൾ പ്രായമാകുമ്പോൾ എന്തായാലും നമ്മളെ ഹെയർ നരയ്ക്കും അല്ലേ, ഗ്രെയിൻ നടക്കും, അതേപോലെ ലോസ് ഓഫ് ഹെയർ പിഗ്മെൻറ്റ് സംഭവിക്കും അല്ലേ. സോ അത് നോർമൽ ഏജിങ് പ്രോസസ്സാണ്. ബട്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, പലരും ഡൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഹെയർ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. സോ ഡൈയിങ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഡൈ സ്റ്റഫ്, അതായത് സോളിബിൾ ആയിട്ടുള്ള ഡൈ സ്റ്റഫിനെ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ വിച്ച് പെനട്രേറ്റ് ഇൻ ടു ദ ഹെയർ, അത് ഹെയറിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഡൈ ചെയ്യും. വേറെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസോളബിൾ ആയിട്ടുള്ള ഡൈ സ്റ്റഫ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പെരിഫറിയിൽ മാത്രമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൈയിങ് ചെയ്യാൻ പറ്റും ഹെയറിൽ. ഇനി ഹെയറിലും നമ്മൾ എന്ത് ചെയ്യാം, ഹെയർ ആയാലും ഇപ്പം നമ്മൾ വാഷ് ചെയ്യണം അല്ലേ, റെഗുലറായിട്ട് ഹെയറും വാഷ് ചെയ്യണം. എന്ന് വെച്ചാൽ റെഗുലർ ഇൻ്റർവെൽസിലോ അല്ലെങ്കിൽ റെഗുലർ ടൈമിലോ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യണം. ഷാമ്പു അല്ലെങ്കിൽ കണ്ടീഷണർ, മെയിനായിട്ടും ഷാമ്പു യൂസ് ചെയ്യാൻ മതി. കാരണം നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിലാണല്ലേ സർവൈവ് ചെയ്യുക നമ്മൾ. അപ്പോൾ അവിടെ നിന്നുള്ള ഈ ഡസ്റ്റും നമ്മളെ സ്കിൻ പോലെ തന്നെയാണ് ഈ ഹെയറിൻ്റെ സ്കാൽപ്പ് എന്ന് പറയുന്നത്, സ്കിന്നിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ സ്കിന്നിൽ ഓയിൽ എങ്ങനെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ ഹെയറിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഈ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിങ്ങനെ കിടന്നു കഴിഞ്ഞ് ഈ ഡേർട്ടുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷനും അവിടെ ഇച്ചിനെസ്സും ഒക്കെ കോസ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഈ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, സോ അത് ഹെയർ വാഷ് അല്ലെങ്കിൽ ഹെയർ കെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. So soap are mostly made from animal or vegetable fat or oil such as coconut oil, olive oil, glycerin, sandalwood oil. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോപ്പ് സാധാ ഉണ്ടാക്കുക. ഈ സോപ്പ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സർഫസ് ആക്ടിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഡിറ്റർജൻറ്റ് ഇസ് എ സർഫസ് ആക്ടിങ് മെറ്റീരിയൽ ഒരു സർഫാക്റ്റൻറ്റ്. അതേപോലെ ഷാമ്പു യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ റിമൂവ് സർഫസ് ഗ്രീസ്, അതായത് നമ്മൾ ഈ ഹെയർ നമ്മൾ പറയുന്നത് ഓയിലായിട്ടിരിക്കുമെന്ന് ഹെയറിൽ, അത് റിമൂവ് ചെയ്യാൻ വി ക്യാൻ യൂസ് ദിസ് ഷാമ്പു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷാമ്പു റിമൂവ്സ് ദിസ് സർഫസ് ഗ്രീസ്, അതേപോലെ ഡേർട്ട്, സ്കിൻ ഡെബ്രിസ് ഫ്രം ദ ഹെയർ ഷാഫ് ആൻഡ് സ്കാൽപ്പ് വിത്തൗട്ട് അഫക്റ്റിംഗ് ആഡ്വേഴ്സ്ലി ദ ഹെയർ സ്കാൽപ്പ്. ആൻഡ് ഷാമ്പൂ ഇസ് നോട്ട് ഓൺലി എ ക്ലൻസിങ് ഏജന്റ് മാത്രമല്ല, അതൊരു കോസ്മെറ്റിക്സ് ആയിട്ടും ഹെയർ നന്നായിട്ട് കിടക്കാൻ വേണ്ടി നമ്മളത്
യൂസ് ചെയ്യാറുണ്ട്. ഇനി ഡാൻഡ്രഫ് ഉണ്ടാവാറുണ്ട്. ഡാൻഡ്രഫ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കാൽപ്പിൻ്റെ പ്രോബ്ലമാണ് ഈ ഡാൻഡ്രഫ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് എക്സസീവ് സ്കെയിലിംഗ് ഓഫ് സ്കാൽപ്പ് സ്കിൻ ആണ് ഡാൻഡ്രഫ് എന്ന് പറയാം. സോ കെയർ ഓഫ് ദ ഹെയർ കൺസിസ്റ്റ് ഇൻ റെഗുലർ വാഷിംഗ് വിത്ത് സോപ്പ് ഓർ ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് ഇട്ട് നമ്മൾ റെഗുലറായിട്ട് ഹെയർ വാഷ് ചെയ്യണം. നോർമലി നമ്മൾ സോപ്പ് യൂസ് ചെയ്താലും കുറച്ചും കൂടെ ഡ്രൈ ആവാറുണ്ട് പലരുടെയും. അതുകൊണ്ട് നന്നായിട്ട് ഓരോരുത്തർക്ക് ചേരുന്ന ഷാമ്പു ആണ് നമ്മളിപ്പം യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഗുഡ് സ്കാൽപ്പ് ഹൈജീൻ പ്രിവെൻറ്റ് സ്കിൻ ഇൻഫെക്ഷൻസ് സച്ച് ആസ് സ്കാബീസ്, ലൈസ് ഇൻഫെക്ഷൻ, ഇൻവെസ്റ്റേഷൻ, റിംഗ് വോം ആൻഡ് ഡാൻഡ്രഫ്. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷാമ്പു അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഇത്രയും ഹൈജീനെ നോക്കുന്നുള്ളൂ. സ്കിൻ ആൻഡ് ഹെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഹൈജീനാണ്. എങ്ങനെ നമുക്ക് സ്കിൻ ആൻഡ് ഹെയർ ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. സോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, വിച്ച് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ? സ്കിന്നിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഇതിൽ ഏതാണ്? ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, എപ്പിഡെർമിസ്, ക്യൂട്ടേനിയസ് സ്കിൻ, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇതിലേതാണ് ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ട് വരുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് എപ്പിഡെർമിസ്. വാട്ട് ഈസ് ദ മെയിൻ സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ദ സ്കിൻ? എന്തുകൊണ്ടാണ് സ്കിൻ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ഏതാണ് വരിക? ഹൈപ്പോഡെർമിസ്, എപ്പിഡെർമിസ്, ഡെർമിസ്, കൊളാജൻ ഫൈബേഴ്സ്. ഇറ്റ് ഈസ് ഡെർമിസ്. വിച്ച് ഫംഗ്ഷൻ ഓഫ് ദ സ്കിൻ ഇൻവോൾവ്സ് ദ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്റ്റ്? വേസ്റ്റ് പ്രോഡക്റ്റിൻ്റെ റിമൂവൽ ഏത് ഫംഗ്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? സ്കിന്നിൻ്റെ ഏത് ഫംഗ്ഷൻ? സ്കിന്നിന് തന്നെ ഒരുപാട് ഫംഗ്ഷൻ ഇല്ലേ, അതിൽ ഏത് ഫംഗ്ഷനാണ് ഈ വേസ്റ്റ് റിമൂവൽ എന്ന് പറയുന്നത്? സെൻസറി, ഹീറ്റ് റെഗുലേഷൻ, പ്രൊഡക്റ്റീവ് ആൻഡ് എക്സ്ക്രീറ്ററി. ഇറ്റ് ഈസ് എക്സ്ക്രീറ്ററി ഫംഗ്ഷനാണ്. വാട്ട് സബ്സ്റ്റൻസ് ഈസ് സെക്രീറ്റഡ് ബൈ സെബേഷ്യസ് ഗ്ലാൻഡ്? സെബേഷ്യസ് ഗ്ലാൻഡ് എന്താണ് സെക്രീറ്റ് ചെയ്യുക? സ്വെറ്റ്, സെബം, കൊളാജൻ, വൈറ്റമിൻ ഡി. ഇറ്റ് ഈസ് സെബം. ഹൗ ഈസ് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്കിൻ? എങ്ങനെയാണ് സ്കിന്നിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുക? ത്രൂ സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീഷൻ, ബൈ സ്വെറ്റിംഗ്, ബൈ ദ ആക്ഷൻ ഓഫ് യു വി റേസ്, ബൈ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. By the action of UV rays. Which skin type is most common among babies? Babies ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആണ് കാണുക? ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ. ഇറ്റ് ഈസ് നോർമൽ സ്കിൻ. ഓയിലി സ്കിൻ ഈസ് എ റിസൾട്ട് ഓഫ് ഡാഷ്. ഓയിലി സ്കിൻ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുക? ലാക്ക് ഓഫ് മോയ്സ്ചർ, ഓവർ ആക്റ്റീവ് ഓയിൽ ഗ്ലാൻഡ്, എക്സസീവ് സോപ്പ് യൂസ്, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. എന്തുകൊണ്ടായിരിക്കും ഡ്രൈ ഉണ്ടാവുക? ഓവർ ആക്റ്റീവ് ഓയിൽ ഗ്ലാൻഡ്, ഓയിൽ സ്കിൻ ഉണ്ടാവുന്നത് ഓവർ ആക്റ്റീവ് ഓയിൽ ഗ്ലാൻഡ് കാരണമാണ്. വിച്ച് സ്കിൻ ടൈപ്പ് കമ്പൈൻസ് ബോത്ത് ഓയിലി ആൻഡ് ഡ്രൈ ക്യാരക്ടറിസ്റ്റിക്സ്? നോർമൽ, ഡ്രൈ, കോമ്പിനേഷൻ, സെൻസിറ്റീവ്. ഇറ്റ് ഈസ് കോമ്പിനേഷൻ സ്കിൻ. എക്സസീവ് സോപ്പ് യൂസ് ക്യാൻ ബി ഹാർംഫുൾ ടു വിച്ച് ടൈപ്പ് ഓഫ് സ്കിൻ? ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനാണ് എക്സസീവ് സോപ്പ് യൂസ് ഡാമേജ് ആവാൻ കാരണം? ഓയിലി, ഡ്രൈ, നോർമൽ, കോമ്പിനേഷൻ. ഇറ്റ് ഈസ് ഡ്രൈ സ്കിന്നിലാണ്. ബിക്കോസ് അവർ ആ ഉള്ള ഓയിലും കൂടെ റിമൂവ് ചെയ്ത് പോകും. വിച്ച് ടൈപ്പ് ഓഫ് ബാത്ത് ഈസ് ബെസ്റ്റ് ടേക്കൺ ഇൻ ദ മോർണിംഗ്? മോർണിംഗിൽ ഏത് ടൈപ്പ് ഓഫ് ബാത്താണ് നമ്മൾ എടുക്കേണ്ടതിൽ ബെസ്റ്റ്? ഇറ്റ് ഈസ് വാം, കോൾഡ്, ഹോട്ട്, ഓയിൽ. ഇറ്റ് ഈസ് കോൾഡ് ബാത്ത്. കോൾഡ് ബാത്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. എ വാം ബാത്ത് ഈസ് സ്റ്റിമുലേറ്റിംഗ്, റിഫ്രഷിംഗ് ആൻഡ് സൂത്തിങ്, ബെസ്റ്റ് ഫോർ മോർണിംഗ് യൂസ്, ഐഡിയൽ ഫോർ ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ആൻഡ് സൂത്തിങ്. What is a common feature of hot bath? Hot bath is a common feature. Stimulates blood circulation, increase blood supply to brain, reduce blood supply to the brain, increase sweating. Reduce blood supply to the brain. Which type of bath involves applying vegetable oil to the skin? Cold bath, warm bath, oil bath, hot bath. It is oil bath. What is the major component of dirt on the skin? Vitamin D residue, sebum, death epithelial cell, UV rays. ഇതിലേതാണ് ഡെത്ത് എപ്പിത്തീലിയൽ സെല്ലാണ് മേജർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഗുഡ് സർഫസ് ക്ലെൻസിങ് ഏജൻറ്റ് ഫോർ ദ സ്കിൻ? ഓയിൽ, സോപ്പ്, വാട്ടർ, ലോഷൻ. ഇറ്റ് ഈസ് സോപ്പ്. വിച്ച് ഡെഫിഷ്യൻസി ലീഡ്സ് ടു തോഡ് സ്കിൻ? തോഡ് സ്കിന്നിന് കാരണമാവുന്നത് ഏത് ഡെഫിഷ്യൻസിയാണ്? CDAE. ഇറ്റ് ഈസ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ബാലൻസ്ഡ് ഡയറ്റ് ബെനിഫിറ്റ്സ് ദ സ്കിൻ ബൈ ഡാഷ്. എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുക? ഇൻക്രീസിങ് സ്വെറ്റ് പ്രൊഡക്ഷൻ, പ്രൊവൈഡിങ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, റെഡ്യൂസിങ് UV ഡാമേജ്, പ്രൊമോട്ടിംഗ് സെബം പ്രൊഡക്ഷൻ. ഇറ്റ് provide essential fatty acid. Which of the following is a cosmetic as well as a cleansing agent?
soap, shampoo, detergent, oil. It is shampoo. Excessive scaling of the scalp is known as dash. Excessive scaling of the scalp-നെ നമ്മൾ എന്തെന്ന് വിളിക്കും? Ringworm, scabies, lice infection, dandruff. It is dandruff. Which substance is commonly used in shampoo for hair care? Sandalwood oil, glycerin, olive oil, surfactant. ഷാമ്പൂവിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക ഗ്ലിസറിൻ ആണ് കേട്ടോ. സർഫാക്റ്റൻ്റ് ആണ്. സർഫസ് ആക്ടിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. വൈ ഇസ് ദ പ്രൈമറി കോസ് ഓഫ് ഡാൻഡ്രഫ്? ഡാൻഡ്രഫിൻ്റെ ഒരു പ്രൈമറി കോസ് എന്താണ്? ഡേർട്ട് ഓൺ ദ സ്കാൽപ്പ്, എക്സസീവ് ഓയിൽ പ്രൊഡക്ഷൻ, സ്കാലിംഗ് ഓഫ് ദ സ്കാൽപ്പ് സ്കിൻ, hair dye usage. It is scaling of the scalp skin. Hair hygiene helps prevent vitamin D deficiency, skin infection like scabies, overactive oil gland, hair graying. It is skin infections like scabies. Which component of total health includes exercise and posture? Mental, physical, environment, emotional. It is physical health. Why is the best way to protect the skin from mosquito bites? Mosquito bite നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ ഏതാണ്? യൂസ് ഓഫ് സോപ്പ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, റെഗുലർ ബാത്തിങ്, യൂസ് ഓഫ് ഷാമ്പു. ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. വൈ ഇസ് ദ പ്രൈമറി ഇൻഡിക്കേറ്റർ ഓഫ് ഹെയർ ഹെൽത്ത്? ഹെയർ ഹെൽത്തിൻ്റെ പ്രൈമറി ഇൻഡിക്കേറ്റർ ഇതിലേതാണ്? ലെങ്ത് ഓഫ് ദ ഹെയർ, കണ്ടീഷൻ ഓഫ് ദ സ്കാൽപ്പ്, കളർ ഓഫ് ദ ഹെയർ, റെഗുലാരിറ്റി ഓഫ് വാഷിംഗ്. ഇറ്റ് ഇസ് കണ്ടീഷൻ ഓഫ് ദ സ്കാൽപ്പ്. Loss of hair pigment is associated with poor diet, normal aging process, vitamin D deficiency, hair dye usage. It is normal aging process ആണ് loss of hair pigment എന്ന് പറയുന്നത്. Which oil is commonly used in India? Indian oil bath. Coconut oil, mustard oil, olive oil, both A and B. കോക്കനട്ടും മസ്റ്റാർഡും ആണ് ഇന്ത്യയിൽ കോമൺ യൂസ് ചെയ്യുക. അതേപോലെ സെസമേ ഓയിലും യൂസ് ചെയ്യാറുണ്ട്. റെഗുലർ എക്സസൈസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കിൻ മോയ്സ്ചർ, കാർഡിയോവാസ്കുലർ ഹെൽത്ത്, UV പ്രൊഡക്ഷൻ, സെബം പ്രൊഡക്ഷൻ. റെഗുലർ എക്സസൈസ് എന്തിനു വേണ്ടിയാണ്? കാർഡിയോവാസ്കുലർ ഹെൽത്തിന് വേണ്ടിയാണ് കേട്ടോ. എ മോസ്കിറ്റോ നെറ്റ് ഈസ് പ്രൈമർലി യൂസ് ടു പ്രിവെന്റ് സ്കിൻ ഡ്രൈനസ്, UV ഡാമേജ്, മോസ്കിറ്റോ ബോൺ ഡിസീസ്, ഓവർ ആക്റ്റീവ് ഓയിൽ ഗ്ലാൻഡ്. ഇറ്റ് ഈസ് മോസ്കിറ്റോ ബോൺ ഡിസീസ്. വൈ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് കൊളാജൻ ഫൈബർ ഇൻ ദ ഡെർമിസ്? എന്താണ്? വൈറ്റമിൻ എ പ്രൊഡക്ഷൻ, സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ദ സ്കിൻ, എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്റ്റ്, heat regulation. It is the structural foundation of the skin. Identify whether the following statements are correct or incorrect regarding skin functions. The skin protects the body against physical, chemical and biological agent. The skin is involved in maintaining of constant body temperature through conduction, convection, radiation. The skin produces vitamin A by the action of UV rays. Sebaceous glands secrete a fatty substance called the sebum. ഇതിൽ ഏതാണ് ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് 1 and 2 ആർ കറക്റ്റ്. 1 and 2 കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 and 2 കറക്റ്റ് ആണല്ലേ. 3 നോക്കിയേ, 3D ആണ് വരേണ്ടത്. സോ ഇത് റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4 കറക്റ്റ് ആണ്. അപ്പോൾ 1, 2, 4 കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് 1, 2 ആർ കറക്റ്റ്, 1, 2 and 4 ആർ കറക്റ്റ്, 2 and 3 ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. ഇതിൽ ഏത് വരും? 1, 2 and 4 ആർ കറക്റ്റ്. Identify whether the following statements about skin type are correct or incorrect. Skin type base ചെയ്തിട്ടാണ് ഇത്. Normal skin is common in adult and teenagers. Oily skin is caused by overactivity of the sebaceous gland. Dry skin should not be exposed to excessive soap usage. Combination skin has both dry and oil characteristics. അപ്പോൾ നോക്കിയേ, നോർമൽ സ്കിൻ ഈസ് കോമൺ ഇൻ അഡൾട്ട് ആൻഡ് ടീനേജേഴ്സ്. അത് തെറ്റാണല്ലേ. സോ 1 തെറ്റാണ്. ഓയിലി സ്കിൻ ഈസ് കോസ്ഡ് ബൈ ഓവർ ആക്ടിവിറ്റി ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡ്. കറക്റ്റ് ആണ്. ഡ്രൈ സ്കിൻ ഷുഡ് നോട്ട് ബി എക്സ്പോസ് ടു എക്സസീവ് സോപ്പ് യൂസേജ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ് അല്ലേ. കോമ്പിനേഷൻ സ്കിൻ ഹാസ് ബോത്ത് ഡ്രൈ ആൻഡ് ഓയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. 1 and 2 ആർ കറക്റ്റ്. അത് തെറ്റല്ലേ. 1 തെറ്റാണ്. 2, 3 and 4 ആർ കറക്റ്റ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് 1. Identify whether the following statements about bathing are correct or incorrect. Cold bath stimulates blood circulation and are best taken in the morning. Correct ആണ്. Warm bath are stimulating and increasing brain activity. അത് തെറ്റാണല്ലേ. ഇത് കറക്റ്റ് ആണ്. Oil bath involves the application of vegetable oil like mustard and coconut oil. അത് കറക്റ്റ് ആണ്. Hot bath dilate skin blood vessel reducing blood supply to the brain.
അതും കറക്റ്റ് ആണ് അല്ലേ. സോ അപ്പോൾ ഓപ്ഷൻ നോക്കാം. 1 and 4 ആർ കറക്റ്റ്, അത് കറക്റ്റ് തന്നെയാണ് അല്ലേ. 2 and 3 ആർ കറക്റ്റ്, അത് തെറ്റാണ്. 1, 3 and 4 ആർ കറക്റ്റ്, അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 1, 3 and 4 ആർ കറക്റ്റ്. ഐഡന്റിഫൈ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹെയർ കെയർ ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. ഹെയർ കെയറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഹെയർ കണ്ടീഷൻ റിഫ്ലക്ട്സ് ദ ന്യൂട്രീഷണൽ ആൻഡ് ജനറൽ ഹെൽത്ത് ഓഫ് ദ ബോഡി, കറക്റ്റ് ആണ്. ഡാൻഡ്രഫ് ഈസ് കോസ്ഡ് ബൈ എക്സസീവ് സോപ്പ് യൂസേജ്, അല്ല. ഹെയർ ഹൈജീൻ പ്രിവെന്റ് സ്കിൻ ഇൻഫെക്ഷൻ ലൈക്ക് സ്കാബീസ് ആൻഡ് ലൈസ് ഇൻഫെസ്റ്റേഷൻ, കറക്റ്റ് ആണ്. ഷാംപൂ ആക്ട് ആസ് ബോത്ത് ക്ലെൻസിങ് ഏജന്റ് ആൻഡ് കോസ്മെറ്റിക്സ്, അപ്പോൾ ഇതും കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. 1, 3 and 4 ആർ കറക്റ്റ്, അപ്പോൾ അത് കറക്റ്റ് ആണ് അല്ലേ, അതാണ് കറക്റ്റ്. ഐഡന്റിഫൈ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹൈജീൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. A balanced diet helps maintain healthy skin by providing essential fatty acid. Correct statement ആണത്. Protective clothing can prevent skin infection and mosquito bites. അതും correct ആണ്. Regular bathing is optional for skin hygiene. അല്ല, regular bath is needed for skin hygiene. Deficiency of vitamin A can lead to thawed skin. അതും correct ആണ്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. 1, 2 and 4 ആർ കറക്റ്റ്, അതാ കിടക്കുന്നു കറക്റ്റ് ആൻസർ. 1, 2 and 4 ആർ കറക്റ്റ്. ഇനി അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ, ദ സ്കിൻ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, കറക്റ്റ് ആണല്ലേ. ആൻഡ് ദ സ്കിൻ മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ത്രൂ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ആൻഡ് കറക്റ്റ് റീസണും ആണ്. ഡ്രൈ സ്കിൻ റിക്വയർസ് എക്സസീവ് യൂസ് ഓഫ് സോപ്പ് ടു സ്റ്റേ ക്ലീൻ, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. Excessive soap usage can strip essential oil from dry skin, leading to further dryness. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പം എ ഫോൾസും ആർ ട്രൂ ആണ്. അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ഡാൻഡ്രഫ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് സ്കാൽപ്പ് ഹൈജീൻ. ഓക്കെ, ഡാൻഡ്രഫ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് സ്കാൽപ്പ് ഹൈജീൻ, അത് കറക്റ്റ് ആണ്. റെഗുലർ വാഷിംഗ് വിത്ത് സോപ്പ് ഓർ ഷാംപൂ റിമൂവ് എക്സസീവ് സ്കെയിലിംഗ് ആൻഡ് ഡേർട്ട് ഫ്രം ദ സ്കാൽപ്പ്, അതും കറക്റ്റ് ആണ്. സോ both are true and correct explanation. Balanced diet help improve skin health, correct ആണ്. Deficiency of essential fatty acid in the diet can lead to rough and dry skin, അതും correct ആണ്. So correct explanation ആണ്. Hot bath reduce blood supply to the brain, hot bath correct ആണ്. Hot bath cause dilation of blood vessel in the skin leading to reduced blood flow to the brain. So രണ്ടും കറക്റ്റും ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് ഹൈജീൻ്റെ ഫസ്റ്റ് പാർട്ടുമായിട്ട് വരുന്ന ടോപ്പിക്സ്. മെയിനായിട്ടും എന്താണ് നമ്മൾ നോക്കിയ സ്കിൻ ആൻഡ് ഹെയറിൻ്റെ ഹൈജീനാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവരി വൺ.